ഭൂട്ടാൻ വാഹനക്കടത്തിൽ നടൻ ദുൽഖർ സൽമാൻ കസ്റ്റംസിന് മുന്നിൽ ഹാജരായേക്കും. ദുൽഖർ ഇപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. വാഹനക്കടത്തിൽ ദുൽഖറിൻ്റെയും അച്ഛൻ മമ്മൂട്ടിയുടെയും വീട്ടിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട കസ്റ്റംസിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ ഒരുങ്ങുകയാണല്ലോ നടൻ ദുൽഖർ സൽമാൻ. അദ്ദേഹം അത്തരം നടപടികൾക്കായി കൊച്ചിയിലെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മമ്മൂട്ടിയുടെയും ദുൽഖറിൻ്റെയും വീട്ടിൽ ഇഡി പരിശോധനയും നടത്തിയിരുന്നല്ലോ. കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു. വിനോദ്, കസ്റ്റംസിന് മുന്നിൽ ദുൽഖർ സൽമാൻ ഹാജരാകുന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും തന്നെ വന്നിട്ടില്ല. നിലവിൽ എളംകുളത്തെ വീട്ടിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇളംകുളത്തെ ദുൽഖറിന്റെ വീട്ടിൽ ഇഡിയുടെ പരിശോധന തുടരുകയാണ്. 7 മണി മുതൽ ആ പരിശോധന ആരംഭിച്ചിരുന്നു. ഏകദേശം 8 മണിക്കൂറോളം പിന്നിടുന്നുണ്ട്. മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലെ പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂർത്തിയാക്കി തിരികെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ മകൻ ദുൽഖറിന്റെ വീടായിട്ടുള്ള ഇളംകുളത്തെ വസതിയിൽ അവിടെ പരിശോധന പുരോഗമിക്കുകയാണ്. പരിശോധനയ്ക്കിടയിൽ തന്നെയാണ് ദുൽഖർ സൽമാൻ വീട്ടിലേക്ക് എത്തിയത്. ചില വിവരങ്ങളൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥർ ദുൽഖറിനോട് ചോദിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഫെമ നിയമ ലംഘനം വാഹനക്കടത്തുമായി ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ നടന്മാരുടെയൊക്കെ തന്നെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നത്. ദുൽഖറിന്റെയും മമ്മൂട്ടിയുടെയും കൂടാതെ പൃഥ്വിരാജിന്റെ, അമിത് ചക്കാലക്കലിന്റെ വീടുകളിലും സമാന്തരമായിട്ട് ഒരേ സമയത്ത് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുകയും ചെയ്തിരുന്നു. ഫെമ നിയമ ലംഘനങ്ങളുടെ വലിയ രീതിയിലുള്ള ചട്ടലംഘനം ഉണ്ടായത് മാത്രമല്ല, കള്ളക്കടത്ത് വസ്തുക്കൾ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ദുൽഖറിന്റെ 4ഓളം വാഹനങ്ങളാണ് കസ്റ്റംസ് പിടികൂടിയിട്ടുള്ളത്. ഇവയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ രേഖകളും ഒപ്പം തന്നെ മറ്റു ചില വിശദാംശങ്ങളും ഒക്കെ തന്നെ ചോദിച്ചറിയാനായിട്ട് റെയ്ഡ് നടത്തുന്നത്. എന്തായാലും ഇളംകുളത്തെ വസതിയിലാണ് ദുൽഖർ സൽമാൻ ഇപ്പോൾ ഉള്ളത്. അവിടെ ഇഡിയുടെ പരിശോധന തുടരുകയാണ്. ഭൂട്ടാൻ വാഹനക്കടത്തിൽ നടൻ ദുൽഖർ സൽമാൻ കസ്റ്റംസിന് മുന്നിൽ ഹാജരായേക്കും. ദുൽഖർ കൊച്ചിയിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. ദുൽഖറിന്റെ ഇളംകുളത്തെ വീട്ടിൽ ഇപ്പോഴും ഇഡി പരിശോധന നടക്കുകയാണ്. മമ്മൂട്ടിയുടെ വീട്ടിലും ഇഡി പരിശോധന നടത്തിയിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.